ഹായ്, ഞാൻ ജിജോ തൊമ്മാന. എൻ്റെ വീട്ടുപേര് തൊമ്മാന എന്നാണ്. എൻ്റെ വീട് കൊച്ചനല്ലൂരാണ്. ഇതെൻ്റെ ഭാര്യ റീന, ഇതെൻ്റെ മകൻ എൽറോയ്. വീട് എന്നത് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത് ഇപ്പോഴാണ്. കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ വീട് പണിയുന്നതുമായി ചിന്തിച്ച് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അടുത്തിടെയാണ് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഡിസൈൻ ഡ്രാഫ്റ്റിനെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് എങ്ങനെ പണിയാമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചിന്ത. അങ്ങനെയാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഡിസൈൻ ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. ഞങ്ങൾ അവരുമായി ഡിസ്കസ് ചെയ്തു, ഞങ്ങളുടെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീടിൻ്റെ പണി ആരംഭിക്കുന്നത്. മനസ്സിനെ ഇണങ്ങിയ രീതിയിൽ ഒരു ഭവനം പണിയുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. ഇന്നത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇന്നിത് പറയാനായിട്ട്. ഞങ്ങൾ ഈ വീട് പണി ആരംഭിക്കുന്നത് 2023 ഡിസംബർ മാസം 12-ാം തീയതിയാണ് കുറ്റിയടിച്ചത്. 20-ാം തീയതി കല്ലിട്ടു. കൃത്യം 9 മാസം സെപ്റ്റംബർ മാസം 2024 21-ാം തീയതി ഞങ്ങൾ ഇതിൽ താമസിക്കാനായിട്ട് ഇടവന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വളരെ നേരത്തെയാണ് ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ പ്രവേശിക്കാനായിട്ട് ഇടയായത്. തീർച്ചയായും അത് ഡിസൈൻ ഡ്രാഫ്റ്റ് ഞങ്ങളോട് കാണിച്ച വലിയ പരിഗണനയും അവരുടെ വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കത് സാധിച്ചത്. പിന്നെ ഞങ്ങൾ ഓരോ ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രയറിൻ്റെ ഭാഗം, അത് വളരെ മനോഹരമായിട്ട് മനസ്സിന് ഇണങ്ങിയതായിട്ട്, എൻ്റെ മനസ്സിൽ ഞാൻ എന്താണോ, ഞങ്ങളുടെ മനസ്സിൽ എന്താണോ ഞങ്ങൾ കണ്ടത്, അത് അതുപോലെ തന്നെ ആ പ്ലാനിങ്ങിലേക്ക് വരാനായിട്ട് ഇടയായി. അത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു ഭാഗമാണ് എൻ്റെ പ്രയറിൻ്റെ ഭാഗം. ആ പ്രയർ സെക്ഷനൊക്കെ വളരെ മനോഹരമായിട്ട് അത് ഡിസൈൻ ചെയ്യപ്പെട്ടു, അത് പൂർത്തീകരിക്കപ്പെട്ടു. ഇന്ന് കടന്നു വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നൊരു ഭാഗവും പ്രാർത്ഥനയുടെ ആ സ്ഥലമാണ്. അതുപോലെ ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ ഞങ്ങൾ കണ്ടത് അതുപോലെ തന്നെ അത് മനോഹരമായിട്ട് ക്രമീകരിക്കാനായിട്ട് അവർ അത് തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഈ വീട് പണിയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അവരെ വിളിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വലിയ അവസരമുണ്ട്. കാരണം എപ്പോൾ വിളിച്ചാലും അവർ നമുക്ക് അവൈലബിളാണ്. ഇതിൻ്റെ കോർഡിനേറ്റർ ആണെങ്കിലും, അതുപോലെ സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും, ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ MDമാരാണെങ്കിലും, അവർ വളരെ കാര്യമായിട്ട് തന്നെ അവരുടെ സ്വന്തം വീട് പണിയുന്നൊരു ഫീലിലാണ് അവർ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ പോലും ഒരു പക്ഷേ അത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. അതിനേക്കാളും മനോഹരമായിട്ടാണ് അതിൻ്റെ ക്വാളിറ്റി ഭാഗത്തിലൊക്കെ ഡിസൈൻ ഡ്രാഫ്റ്റിൻ്റെ എല്ലാവരും തന്നെ അത് ക്രമീകരിച്ച് മനോഹരമാക്കി ബലവത്തായൊരു ഭവനം എന്നുള്ള രീതിയിലേക്ക് അത് കടന്നു വരാനായിട്ട് ഇടയായിട്ടുള്ളത്. അതിലൊക്കെ വളരെ സാറ്റിസ്ഫൈഡാണ് ഞങ്ങൾ ഓരോരുത്തരും. പിന്നെ ഒരു വീട് പണിയുക എന്നത് പറയുമ്പോൾ വീടിൻ്റെ പണികൾ മാത്രമല്ല, എനിക്കതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ വീടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുപുറങ്ങളും എല്ലാം ഏറ്റവും ആ വീടിനിണങ്ങിയതായ രീതിയിൽ ക്രമീകരിക്കാനായിട്ട് ഡിസൈൻ ഡ്രാഫ്റ്റ് എപ്പോഴും മുൻകൈ എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ ഓരോ കാര്യങ്ങളും, ഓരോ കല്ലും, ഓരോ മണ്ണും, അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും സൈഡും ബാക്കും എല്ലാം ആ വീടിന് ഇണങ്ങിയതായ രീതിയിൽ ക്രമീകരിക്കപ്പെടാനായിട്ട് അവർ കാണിച്ച ആ ഒരു പ്രയത്നം എന്നെ വളരെയധികം സന്തോഷത്തിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്, ഞാനൊരു സിംഗറാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ അഭാവത്തിലും ഒരു കുറവും കൂടാതെ, അല്ലെങ്കിൽ ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അത് അവർ പ്രാവർത്തികമാക്കുന്ന രീതിയിൽ തന്നെ അത് ക്രമീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞാനില്ലെങ്കിലും പണികളെല്ലാം വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ട് ടൈം ടു ടൈം അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഡിസൈൻ ഡ്രാഫ്റ്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. കോർഡിനേഷൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും കൃത്യമായിട്ട് ഇവിടെ ആളുകളുണ്ടായിരുന്നു. അതുപോലെ പണിക്കാരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെയും, നമ്മൾ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിലൊരു കുറവും കൂടാതെ, ഞാൻ പറഞ്ഞ പോലെ
നമ്മുടെ സ്വന്തം വീട് എന്നുള്ള രീതിയിൽ ആണ് എല്ലാവരും തന്നെ സഹകരിച്ച് നമുക്ക് ഈ വർക്ക് പൂർത്തീകരിച്ച് തരുന്നത്. അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് കിച്ചനെ കുറിച്ചാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിച്ചൺ വളരെ മനോഹരമായി ഡിസൈൻ ഡ്രാഫ്റ്റ് ചെയ്തു തന്നിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ഓപ്പൺ കിച്ചണാണ് നോക്കിയിരുന്നത്. പിന്നീട് അത് മാറ്റി സാധാരണ രീതിയിൽ കിച്ചൺ ഡിസൈൻ ചെയ്യായിരുന്നു. അത് വളരെ മനോഹരമായി ഡിസൈൻ ഡ്രാഫ്റ്റ് ചെയ്തു തന്നു. എനിക്ക് ഇതിന്റെ ഏത് ഭാഗം ഇഷ്ടപ്പെട്ട കൂടുതൽ? എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, രൂപത്തിൻ്റെ. ഓവറോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ധൈര്യമായിട്ട് നമ്മളൊരു ഭവനത്തിൻ്റെ സ്വപ്നം എന്നുള്ളത് ഡിസൈൻ ഡ്രാഫ്റ്റിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഭവനം ഞാനതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാനത് ഡിസൈൻ ഡ്രാഫ്റ്റിനെ തീർച്ചയായിട്ടും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം എനിക്ക് അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്കാണ് അവർ ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡിസൈൻ ഡ്രാഫ്റ്റിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള ഒത്തിരിയധികം നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു.